ഷീപ്പ് ഫാം അത് തന്നെ. ഇനി നമുക്ക് വേണ്ടത് ഷീപ്പ് ഫാം. നിർബന്ധമല്ല, പക്ഷെ എന്തിനാ അപ്പം തന്നെ അതൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമുക്കിനി അതുണ്ടാക്കി കഴിഞ്ഞാൽ നെതറേറ്റ് മൈനിങ്ങിന് ഉപകാരപ്പെടും. പിന്നെ മറ്റേ ആ സംഭവമല്ലേ, എന്താ അപ്പോൾ അതിൻ്റെ പേര്, വാർഡൻ്റെ ആ പ്ലേസില്ലേ, അവിടേക്ക് പോകാനും അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഷീപ്പ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പക്കതിന് കുറേ ആവും. അപ്പം അതല്ലേ ഏറ്റവും ഉപകാരമുള്ളൊരു സംഗതി. ഈ പൊട്ടന്മാർ വന്നു തുടങ്ങി, കുറച്ച് ദിവസമായി കടന്നുറങ്ങിയിട്ട് AFK നിൽക്കുന്നതുകൊണ്ട് അധികം കടന്നുറങ്ങിയിട്ടില്ല. ഇപ്പം ഞാൻ കൊല്ലും മിക്കവാറും. അപ്പോൾ ഗൈസ് ഇതൊക്കെ ഇവിടെ കണ്ടോ, ഫുൾ ഫ്ലാറ്റാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അതിന് ഇതാക്കിയതൊക്കെ അതിൽ കുറേ ഇവിടെ ഉണ്ട്, കുറേ ഇതിൽ. പിന്നെ നമുക്ക് ഷീപ്പ് ഫാം ഉണ്ടാക്കാനും പിന്നെ ഞാനൊരു റൈഡ് ഫാം ഉണ്ടാക്കാതെ സംഭവങ്ങളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ടൈം ഇട്ടുകയാണെങ്കിൽ ഞാൻ ഈ എപ്പിസോഡിൽ തന്നെ, ഈ വീഡിയോ തന്നെ ഇതുണ്ടാക്കും, എന്താ പറയുക, റൈഡ് ഫാം ഉണ്ടാക്കും. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡേക്കും നമുക്ക് എന്തായാലും റൈഡ് ഫാം ഉണ്ടാക്കണം. കാരണം എൻ്റെ ഈ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈ സോഡ് കണ്ടോ, പവർഫുൾ സോഡായിരുന്നു. കച്ചിരിക്കുന്ന സാധനം കണ്ടോ, ഒരു വെട്ട് മതി എല്ലാ ദിനത്തിനെയും കൊല്ലാൻ. ഷാർപ്നെസ് 5 ഒക്കെ കിട്ടണേ കേട്ടോ, നമുക്ക് കൊല്ലം കോൺഫിഡൻസാണ്. ഇനി നിങ്ങൾ വാടാ ഷിപ്പിൽ വെച്ച് കൊല്ലാൻ പറ്റുള്ള എയിം കിട്ടുള്ള കറക്റ്റായിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഷീപ്പ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് എടുക്കുക, ഡിസ്പെൻസർ എടുക്കുക, ഒരു ഒബ്സർവർ എടുക്കുക, ഇതൊന്നെടുക്കുക, ലിവർ ഒന്നെടുക്കാം. ഇതൊക്കെ അയ്യോ, ഇനി വേണ്ട എന്താ അറിയോ, ഒരു മൈൻകാർട്ട് ഉണ്ടാക്കണം. അതിന് ഒരു ഹോപ്പർ എടുക്കുക, ഒരു റെയില് ജസ്റ്റ് മാത്രം എടുക്കാം, ജസ്റ്റ് ഹോപ്പർ, പിന്നെ ഒരു ഡബിൾ ജസ്റ്റ് എടുക്കാം. മാറുത് പിന്നെ അധികമൊന്നും ഇത് പോകണില്ല. പിന്നെ ഇത് ഇതാക്കിയപ്പോൾ തന്നെ ഇതുണ്ടോ, മൊത്തം പവർ സോഡാക്കിക്കണം. അതുകൊണ്ട് എൻ്റെ XP 21 ഫുള്ള് പോയി കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം കൂടി AFK വന്നപ്പോൾ കുറച്ചുകൂടി ലെവലിട്ടി. എന്നിട്ട് ഞാൻ ബാക്കിയോടെ ഇനി ഇതൊക്കെ പവർഫുള്ളാക്കണം. ഒരു ഫോർച്യൂൺ പിക്കാക്സ് കൂടി ഒപ്പിച്ചണം. ഇതിപ്പോൾ ആക്സിനാണ് ഫോർച്യൂണില്ല. അയ്യോ, എത്ര 1 2 3 4 5 എണ്ണം. അപ്പോൾ നമുക്കെന്തായാലും ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാം കൊടുത്തില്ലേ, അല്ല അതിന് മുമ്പൊരു മൈൻകാർട്ട് ജസ്റ്റ്, അതിനിപ്പോൾ മൈൻകാർട്ട് വേണമല്ലോ അല്ലേ, മൈൻകാർട്ട് ഉണ്ടാക്കിയിട്ട് വേണ്ടി മൈൻകാർട്ട് വിത്ത് ഓപ്പർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇതൊക്കെ ഇപ്പോൾ പൊട്ടും, മിക്കവാറും പൊട്ടും. പിന്നെ നമുക്കിപ്പോൾ എത്രയും പെട്ടെന്ന് മെൻഡിങ് ആഡ് ചെയ്യാൻ നോക്കണം. നമ്മളധികം എന്തത് എല്ലാ ആർമർക്കും മെൻഡിങ് ആഡ് ചെയ്യാൻ നോക്കണം. ശരിയാവില്ല, അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വട എന്താ തെറ്റ് വന്ന് പോയിക്കുക. അതെന്തേലും കാട്ടെ, എല്ലാത്തിനും മെൻഡിങ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനും വേണ്ടിയിട്ട് എത്ര കാലം ഇത് വേണമെന്നറിയോ, എൻ്റെ അടുത്ത് പാകം 9 ഉള്ളൂ. എന്താ ഇതാണ് എമറാൾഡ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വുഡ് ഒപ്പിച്ചുകൊണ്ട് വന്നിരിക്കണേ. ഇത് അടുത്ത് ഇവരുടെ അടുത്ത് വന്നുകൊണ്ട് ട്രേഡ് ചെയ്യും. ഇവിടെ ഷീപ്പിന് നിർത്താം. അപ്പോൾ ഇവിടെ ഒബ്സർവർ, ഡിസ്പെൻസർ, എന്നിട്ട് ഗ്ലാസ് എടുക്കുക. അയ്യോ, പൊട്ടത്തിന് മാറ്റി. അതാ സെൽഫ് ടച്ച് ഉണ്ടായിട്ട് കൈ കൊണ്ട് പൊട്ടിച്ചു. പൊട്ടൻ എന്താ അറിയോ, ഇതെടുത്തിട്ട്
സെർവർ എടുത്തിട്ട് അതാ ഇങ്ങനെയല്ല, എങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടത് ചാകത്തിങ്ങളെ കൊണ്ട് തോറ്റിയാൻ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. സ്കെലിട്ടണ കൊല്ലട്ടോ, എല്ലാത്തിനും ഒരു വെട്ട് മതി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് മൈ സോഡ് പവർ. ഓക്കെ, ഇതോടെ വെച്ചിട്ട് ഇനി ഒരു ബ്ലോക്ക് കൂടി വേണമല്ലോ, ഇത് പിടി വെക്കുക. ഇത് ഇത്രയായി ഇതിൻ്റെ പരിപാടി. ഇവിടെ ഒരു റെഡ് സ്റ്റോൺ കൂടി വെച്ചാൽ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കളക്ഷൻ ഏരിയ സെറ്റ് ചെയ്യണം. അതിന് ഈ ഇവിടുന്ന് ഇത് എടുക്കാം, ഈ ബ്ലോക്ക് എടുക്കാം, ഇത് കൊടുക്കണം. എന്നിട്ട് സിംഗിൾ ചെസ്റ്റ് വെച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം, കാരണം നമ്മൾ ഒറ്റൊന്നിനെ ഉണ്ടാകാൻ. ഇത് എടുക്കുക, ഇത് കൊടുക്കുക, ഇത് കൊടുക്കുക. എന്നിട്ട് ഒരു ഹോപ്പർ എടുത്തിട്ട് ഇതിൽ കോട്ടിച്ച, എന്നിട്ട് ഈ എടുത്ത ബ്ലോക്കൊക്കെ തിരിച്ചു വെക്കുക. ഇത്രയും അപ്പോഴും നമ്മൾ നോക്കണം അതിൻ്റെ നേരെ മുകളിലല്ലേന്ന് ആണ്. ഇനി ഒരു റെയില് അതാ ആദ്യത്തിന് എടുത്തിട്ട് വെച്ചിട്ട്, എന്നിട്ട് ഇത് ഇത് തിരിച്ചു ഇവിടെ തന്നെ നോക്കണം. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതുമ്പോൾ പ്ലേസ് ചെയ്യണം. എന്നിട്ട് കറക്റ്റ്, അയ്യോ പാളി, ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇത്ര കളക്ഷൻ ഏരിയ സെറ്റായി പോകും. എടുത്ത ബ്ലോക്കൊക്കെ തിരിച്ചു ഇതിനൊക്കെ ഓക്കെ. ഇപ്പോൾ എല്ലാതും സെറ്റ് ആയിരുന്നു. ഇങ്ങനെ മതി. ഇനി അതാ 2 അയ്യോ പോകില്ല, ഇതൊന്നും കിട്ടൂല. 2 നമുക്കൊരു ഷീപ്പിനെ കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടണം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. അതിന് മുമ്പ് ഇതാ ഇതിലൊരു ഷെയർ ഇടുക. ഇവിടുന്ന് ഷീപ്പ് എടുക്കുക. നമുക്ക് അവിടെ ഒരു ഷീപ്പ് ഫാം ഉണ്ട്. ഇതിപ്പോൾ തൽക്കാലം അവിടേക്ക് പോകണ്ട. ഇനി അവിടെ പോയി ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ കൊണ്ടുവന്നൊക്കെ ഇവിടെ വെച്ച് ഒക്കെ ആകുമ്പോൾ കുറേ ടൈം എടുക്കും. ഇവിടെ മിക്കവാറും ഏതെങ്കിലും ഒരുത്തനേലും സ്പോൺ അയക്കും. വേസ്റ്റ് ടൈം കുറവാണ്. അപ്പോൾ ഞാൻ മിക്കവാറും അടുത്ത വീഡിയോയിലേക്കും റൈഡ് ഫാം ഉണ്ടാക്കുക. ഓക്കെ, എന്തായാലും റൈഡ് ഫാം ഉണ്ടാകണം. കാരണം ഇച്ചിനെതിർക്ക് പോകാൻ പേടിയാണ് ടോട്ടലാതെ. ബിക്കോസ് വൈറ്റ് ഡൈ ആണിത്. ഇതുകൊണ്ട് വൈറ്റ്, എന്നിട്ട് ഇതിന് ഡൈ അടിച്ച അപ്പോൾ വൈറ്റ് ആവും. വൈറ്റ് ബോൾ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ ചെയ്യാം. വായോ പാഞ്ഞൂടെ അതാ ഇങ്ങോട്ട് പോവിടെ. എന്താണ് മച്ചു?
ഇതിപ്പോൾ നമ്മുടെ അടുത്ത് മറ്റേ വീറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ബഹുമാനം ഇതിനൊന്നും നിൽക്കൂല. ഇതിനകത്ത് ഉള്ളു കാക്കാൻ ഒരു റിസ്ക്. ഇപ്പം ഇങ്ങോട്ട് ചാടിക്കയറ ഇങ്ങോട്ട് ചാടിക്കയറല്ലേ. എടാ എന്തെത്താവും കാട്ട അവിടെ ചാടിക്കളിച്ച്. അതാ കുറച്ച് യെസ് തന്നെ അങ്ങനെ പറഞ്ഞു കേൾക്കണ്ട ചെപ്പോ. ഇനി എന്തായിട്ടുണ്ടാവും ഒരു ലിവർ എടുത്തിട്ട് ഇനി അത് കട ഇതാണ് സംഭവം. ഇനി അതിങ്ങനെ ഇനി സ്വന്തമായിട്ട് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട പോലെ ഇങ്ങനെ കിട്ടും. നമുക്കിനി എന്താ ഇതിലേക്ക് ഇനി കുറേ ഷിയർ ആഡ് ചെയ്താൽ മതി. അതിപ്പോൾ അത് പൊട്ടാൻ തന്നെ കുറേ ടൈം എടുക്കും. പക്ഷെ എന്നാലും നമുക്ക് ഒന്നുകൂടി ഇട്ടുകൊടുക്കാം. ഒരു ഷിയർ ഇട്ടിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഫുള്ളിട്ട് തോന്നുന്നു പോലെ നമുക്കൊരു 2 എണ്ണം കൂടി ഇവിടെ സെറ്റ് ചെയ്താലോ. 1 2 ഒന്നുകൂടി സെറ്റ് ചെയ്യാം നമുക്കിവിടെ. ഓക്കെ, ഞാനിനി ഇതേപോലെ തന്നെ ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇവിടെ നോക്കിയാണ്ട് അടിയൊക്കെ നോക്കുമ്പോൾ കണ്ടോ ഇവിടെ വരും സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതധികം വലിയ പണിയൊന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒഫീഷ്യലി 2 ഷീപ്പ് ഫാം സെറ്റ് ചെയ്തിരിക്കണേ. ഇനി ഇവരങ്ങോട്ട് സെറ്റ് ചെയ്യാണ്ട് കുറേ വൂളൊപ്പിച്ചട്ടെ. പിന്നെ ഞാൻ ആ റൈഡ് ഫാം അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ എപ്പിസോഡ് നിൽക്കേ ഞാൻ എന്തൊക്കെ ഒപ്പിച്ചു വന്നിട്ട്, അതായത് ഇതുവരെ നടന്ന് ഇതാക്കിയതൊക്കെ കാണിച്ചു തരാം. പിന്നെ അവിടുന്ന് 2-3 മെൻഡിങ് കൂടി മേടിച്ചുകൊണ്ട് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇവനെ ബോട്ട് പിടിച്ചെടുത്തിരിക്കണം. എന്തിനാ അറിയോ? നമുക്ക് ഇവരെല്ലാവരും സോംബിഫൈ ചെയ്യാൻ. എന്നിട്ട് ക്യൂർ ചെയ്തുകൊണ്ട് കുറക്കണം എല്ലാത്തിൻ്റെയും. എന്ത് കുറച്ച് മെൻഡിങ് വേണം. പൈസ ഉറക്കണം. പൈസ മാരൊക്കെ ഭയങ്കര പൈസ പറയണത്. അതൊക്കെ കണ്ടോ 3 മെൻഡിങ് മേടിച്ചാൽ പറ്റുള്ളൂ. 3 നമ്മൾ ആർമർക്കൊക്കെ സെറ്റ് ചെയ്യാതെ കഴിക്കണല്ലോ എന്തായാലും. ഓക്കെ, ഇനി ആർമർക്ക് സെറ്റ് ചെയ്യാൻ റെസ്പിറേഷൻ, അൺബ്രേക്കിംഗ്, എന്തൊക്കെ അൺബ്രേക്കിംഗ്, പ്രൊട്ടക്ഷൻ 3, പ്രൊട്ടക്ഷൻ 4, ഫെദർ ഫാളിങ്. ഇത് നമുക്ക് ഈ ചെസ്റ്റ് പ്ലേറ്റിൻ്റെ ഇത് കളയണം. എന്നിട്ട് വേറെ വല്ലതും കിട്ടുമോ നോക്കണം. ആദ്യം നമുക്ക് ഹെൽമെറ്റ് നടക്കും. 3 ഹെൽമെറ്റിൻ്റെ ഇപ്പോൾ അൺബ്രേക്കിംഗ്, മെൻഡിങ്, റെസ്പിറേഷൻ. പിന്നെ ഇത് പ്രൊട്ടക്ഷൻ 4 ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് ഇതും കൂടി ചേർത്ത് വെക്കാം. ഇനി ബൂട്ട് ഫെദർ ഫാളിങ്. ഓക്കെ, ഇത്ര ഇനി ചെസ്റ്റ് പ്ലേറ്റ് കൂടി സെറ്റാക്കണം. അപ്പോൾ ആദ്യം ഇതിപ്പോൾ അൺബ്രേക്കിങ്ങും പ്രൊട്ടക്ഷൻ 3 നമുക്ക് വേണ്ട, 4 ആണ് വേണ്ടത്. അപ്പോൾ കളഞ്ഞാണ്ട് ഞാൻ അവിടെ പോയാണ്ട് കുറച്ച് XP ഒപ്പിച്ചിട്ട്, അതായത് 30 XP ഒപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ആ എൻചാൻറ്റിങ് ടേബിളിൽ നിന്ന് കിട്ടുമൊക്കെ 30-50 XP ഒപ്പിച്ചണം. പിന്നെ നമ്മൾ ഈ കുതിര അങ്ങോട്ട് ചാടിക്കണേ എങ്ങനെയെന്നറിയില്ല. ഒറ്റ ബ്ലോക്ക് കൂടെ വന്നത്. ഈ ബ്ലോക്ക് ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പൊട്ടിച്ചാനപ്പെടുത്തി ഈ ഒരു ബ്ലോക്ക്. ഷോൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാ ഇത് ഓണാക്കാതെ ഇങ്ങോട്ട് വന്ന് പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇവിടെ ഇത് നിന്നോണ്ടേ നോക്കാം. 3 നെഗറ്റീവ്
പിന്നെ ഇത്രയും എന്താ റോട്ടോ ഫ്രഷ് പിന്നെ ഇത് പിന്നെ കുറേ വേക്കും അതറിയാം. ഈ കടക്കിട്ട് നെഗറ്റീവ് വരുന്നുണ്ട്, ഓരോ നെഗറ്റീവ് ഇതൊക്കെ വരുന്നുണ്ട്. എന്താവും കിട്ടണത് കുറവാണ്. XP കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും 30 XP ഒപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മളെന്തായാലും 30 ലെവൽ സെറ്റാക്കിയിരുന്നു. 41 ലെവൽ സെറ്റാക്കിയിരുന്നു. നമുക്ക് ഇനി ഇത് കൊണ്ടുപോയാണ്ട് കൊടുത്തു നോക്കാം. അയ്യോ നൈറ്റാണല്ലോ, ഇത് ഓഫാക്കി ഉണ്ടായിന്. ഞാൻ ആർമറൊന്നും മെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ബ്രൈറ്റ് സെറ്റ് ആയിട്ട് മെൻറ്റ് ചെയ്തിരിക്കുക. കിട്ടി തുടങ്ങി. അയ്യോ ആർമർ ഇട്ടിട്ടില്ലല്ലോ. പടക്കും ഇതിലേതെങ്കിലും ഒന്ന് പടക്കും. മരിഞ്ഞ ഒരു തുടണ മട്ടില്ല. കൊല്ലാൻ പറ്റണില്ല. ഒന്ന് കറക്റ്റ് അടികൊള്ളാണില്ലേ. ക്ലോപ്പ് പേടിച്ചു, സോഡ എടുത്തപ്പോൾ പേടിച്ചു. അയ്യോ രണ്ടെണ്ണത്തിനുണ്ട്. യെസ്, പഠിച്ചു. ചത്തു തന്നെ. ഒന്നുകൂടിയാണ് എൻ്റെ ഒപ്പം സ്പോണാവുണ്ടോ? അയ്യോ ഇത് പണിയാവൂലോ. കടന്നാലോ. എടാ ചാവും ഞാൻ. ചാവും. ഗുഡ് ബെഡുമില്ല. ചെന്ന് ശോകം മൊത്തം. ഇപ്പം തന്നെ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്. അയ്യോ ശരി, ഞാൻ അപ്പം കൊല്ലും. ക്യാരറ്റ് ഇല്ലല്ലോ. ക്യാരറ്റ് ഞാൻ അവിടെ പോയി ഫാം ചെയ്തുണ്ടാക്കിയിട്ടാണ്. ഇവിടെ വാടാ, ഒറ്റ തന്തൊക്കെ ഉണ്ടാകാൻ അടി വാടാ. എന്നെ വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് വാടാ. കാണില്ല കഴിഞ്ഞ്. എന്താ കാണാത്ത വഴി അഭിനയിക്കാം. ഇതെന്തത്തട പേപ്പറോ പട്ടം പറത്തി കളിച്ചാൽ മതി. ഇതോക്കട മോഹൻജാഗിൻ്റെ ഓരോ കളി എന്തായാലും കൊള്ളാം. പകലാവുണ്ടോ? ഉമ്മാർക്കിപ്പോ വരും. ഓരോ കണ്ണ് കോക്കി ഒരു വില്ലടിച്ചാണ്.
ഒരടി കിട്ടിയാൽ എന്താ, ഒന്ന് കൊടുത്തല്ലോ. ചത്തു. ചന്ദ്രനടിക്ക് പോകുന്നുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ സൂര്യൻ പോകുന്നു. അടിക്കൊള്ളണടാ. ഓലെ ഹിറ്റ് ബോക്സ് നല്ല ചെറുതാണ്. പോവാം. ചത്തുരുതേനി. എപ്പോഴും പ്രൊട്ടക്ഷൻ 3 കിട്ടണം. കിട്ടി, വേണ്ട സാധനം കിട്ടി. പ്രൊട്ടക്ഷൻ 4 കിട്ടി, മതി. വേറൊന്നിലും വേണ്ടില്ല. പ്രൊട്ടക്ഷൻ 4 വേണ്ടി. എല്ലാത്തുക്കും പ്രൊട്ടക്ഷൻ 4 ഇടാനാണ് ഞാൻ കരുതുന്നത്. അതാവുമ്പോൾ എല്ലാത്തുക്കും കുറച്ച് കിട്ടുമല്ലോ. ഈ മെൻറ്റിങ്ങും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയാണ്ട് FK നിൽക്കട്ടെ. FK എന്നിട്ട് മെൻറ്റ് ചെയ്തിട്ട് നാളെ കാണാം. ഓക്കെ ഞാനിത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. മെയിൻറ്റെയിനും കൂടി ആഡ് ചെയ്തിട്ട് അതുവരെ കുത്തിരുന്ന് കാണും. ചെറിയ വീഡിയോ, വളരെ ചെറുത്. ഇത് കൊടുക്കാം. ആഡ്. ഓക്കെ, അതോടെ ഇവിടെ നിന്നാണ്ട് പിന്നെ വേണ്ട അവിടെ കാണാം. കേരള കണ്ടോ ബാക്കിയാണെങ്കിൽ എന്താ ഉണ്ടല്ലോ. ഹെൽമെറ്റാണ് ആദ്യം കയറുന്ന. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.